എന്തായാലും അടികൊള്ളും ടീച്ചർ വരാണ്ടിരിക്കാൻ മതിയായിരുന്നു. കാട് നമുക്ക് കളിച്ചാലോ? കളിക്കാടി. കളിച്ചിട്ട് എനിക്ക് നല്ലുകൊണ്ട് നിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും. നമുക്ക് രണ്ടാൾക്കും കളിക്കാം. ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ ക്ലാസ്സിന് ആവർത്തിച്ച പൊളിക്കാന് എനിക്ക് കാർഡ് വാങ്ങുന്നുണ്ടാ? ചോദിക്കണ ഉത്തരങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയണം. ഇത്ര എനിക്ക് അറിയില്ല. എന്നിട്ട് ഹോംവർക്ക് ചെയ്തു. ചിത്രം വെച്ചിട്ട് വരാനാ നിനക്ക് പറഞ്ഞു. നീ അവിടെ എനിക്കുള്ളത് ഉണ്ടാക്കി അവിടെ കളിക്കടാ. ചിരിക്കണോ ഞാൻ തല്ലണോ? ഇന്ന് ഞാൻ പറയുന്ന ഉത്തരം പറഞ്ഞാൽ എനിക്ക് കാർഡ് കിട്ടും. തെറ്റ് പറഞ്ഞാ കറക്റ്റ് പറയടോ. ഇത് കണക്ക് ചാമിന്റെ ഇവിടെ അല്ല കേട്ടാ, ഇത് ടീച്ചറിന്റെ. സാറേ 2, 3 എത്രയാണ്? 5. അയ്യോ ഒന്നാമത്തെ ചോദ്യത്തിന് എട്ടായില്ല ടീച്ചറെ. അല്ല വേണ്ട 5 മതി. 5 മതി. സീനി പോയിട്ട് 11 ടീച്ചറെ. 11 ഗവൺമെന്റ് ഇതിലാണ് ടീച്ചർ മാറ്റും. 1 ചോദിക്കണം എത്രയാണ്? എടി എത്ര അടി പറ്റി? അയ്യോ എത്ര അടി? 1 + 1 3. അയ്യോ ഒരു കാടും തൊപ്പയും. അയ്യോ എന്റെ കാട് പോയി. എടുക്കാൻ പോയി. അയ്യോ നീ ഇങ്ങോട്ട് വാ. ഒരു മഞ്ച് നിന്റെ തേങ്ങാക്കൊലയാണ്. മരുന്നോട് കാറ്റ് നേതടാ. കാറ്റ് പൂത്തിയില്ലേ? കാറ്റ് നല്ല കുട്ടി. താങ്ക്സ് ടീച്ചറേ. ഇവിടെ നിക്ക് സമ്മാനം തരാണ്ടായിരുന്നു. ഒരു 100 പ്രാവശ്യം ഇത് പഠിച്ചാൽ എൻ്റെ അടുത്ത് കാണിച്ചാൽ മതി. 100 പ്രാവശ്യം. 100 അവിടെ ഇരിക്കണ്ട, നിലത്തിരുന്ന് എഴുതിയാൽ മതി. ഡോഗ് ഇവിടെ ഇവിടെ കറക്റ്റ് എഴുതി പഠിച്ചോ? എഴുതി പഠിക്കല്. ചോട്ടേരും ഇതേപോലത്തെ ഒരു കുട്ടി തല്ലോണ്ട് ചുരുക്കിനുണ്ടില്ലേ ഇംഗ്ലീഷ്. പേജ് ഉണ്ട്, പുതിയ ബുക്കുമായിട്ടാണ് കഴുതേ. എന്താ പഠിക്കണേ? ഞാൻ മലയാളം. അയ്യോ കുട്ടി തർക്കുത്തരം പറയാൻ മാത്രം പഠിച്ചിട്ടുള്ളൂ. ഇത് 100 തവണ എഴുതിട്ട് വരണം. ക്യാറ്റ് ഇംഗ്ലീഷിന്റെ കുട്ടി. ഓക്കെ എന്നാലും നീ 10 തവണ എഴുതിട്ടോ. ടീച്ചർ എഴുതി കഴിഞ്ഞു.
ഇത്ര നിന്റെ ഏറ്റം നിന്റെ ഏറ്റം ഇബ്ലീസ്, ഞാൻ ക്ലാസ്സിൽ കളിക്കുള്ളൂ. നിങ്ങളെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാ ഡോഗ് ഞാൻ ഡോഗ് കൊക്കുമണി എഴുതി 2 മിനിറ്റ് അന്ന കേട്ട ക്ലാസ്സിൽ